ഇങ്കും നബിയുള്ള ബിന്ദു ബീഹാം എന്ന് ഇഖ്റാജായുള്ളൊരു ലഹ്വായി വെച്ച് ശുചൈകളേതെല്ലാമുണ്ട് ഓതിയിടൂവീ കിണ്ടങ്ങൾ അൽതാമും മുണ്ടന്നോ മൈറുംബിൻ കിബ്റനാം ജാവീറും അബിലുസൈനും ഇതുപൊടി കേമക്കാരായുള്ള നാമക്കാരാ. മറന്നുപോയല്ലോ എന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നുപോയല്ലോ. കുറെ സിനിമാ പാട്ട് വരുമ്പോ, കുറെ ആൽബം പാട്ട് വരുമ്പോ, കുറെ മൈക്കിൾ ജാക്സന്റെ ചുവടുകൾ വരുമ്പോ, കുറെ ഉഷാ ഉതുപ്പിന്റെ വൃത്തികെട്ട വാക്കുകൾ കടന്നു വരുമ്പോ, കുറെ സംഗീതം വരുമ്പോ, കുറെ ആട്ടവും പാട്ടും വരുമ്പോ എങ്ങനെ മറക്കും നിങ്ങൾ? റമളാന്റെ 17-ാം രാവിന്റെ പരിവയിലത്ത് പട്ടിണി കിടന്നുകൊണ്ട് തുരുമ്പിച്ച വാളം പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ബദരീങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ എങ്ങനെ പറ്റുന്ന ചെറുപ്പക്കാരാ? പദവി കൂടുമ്പോ, പണം കൂടുമ്പോ, ആഡംബരം കൂടുമ്പോ നിങ്ങൾ മറക്കല്ലേ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് 600 തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളാ, 1000-ഓളം വരുന്ന യോദ്ധാക്കളാ. പാവപ്പെട്ട ബദരിയും ബദറിലോ 70-ഓളം വരുന്ന തുരുമ്പിച്ചു പോയ, 70-ഓളം വരുന്ന ശരീരം ശുഷ്കിച്ചു പോയ ഒട്ടകങ്ങളും തുരുമ്പിച്ച കുറെ വാളുകളും. അല്ലാഹുവേ, 16 ദിവസം നോമ്പ് പിടിച്ചതല്ലേ, ബദറിലേക്ക് പുറപ്പെടുകയാ. അതിന്റെ കാര്യകാരണങ്ങൾ പറയലല്ലേ. എന്റെ ലക്ഷ്യം ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തലാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരത്തെ വന്ന് വെള്ളവും സമ്പൽ സമൃദ്ധിയുമുള്ള സ്ഥലത്തൊക്കെ വന്ന് തമ്പടിച്ചു പോയി. പാവപ്പെട്ട മുസ്ലിങ്ങൾ ടെന്റ് കെട്ടി താമസിക്കുന്ന സ്ഥലത്തു വെള്ളമില്ല. വല്ലാത്ത പരിതാപകരമായ അവസ്ഥ, മഴയുമില്ല.